നമസ്കാരം. ഇടതുപക്ഷം കഴിയൊഴിഞ്ഞ ജോസ് കെ മാണിക്ക് BJP വമ്പൻ ഓഫറാണ് ഇപ്പോൾ വച്ചിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അപ്പാടെ തോറ്റ ജോസ് കെ മാണിക്കും കൂട്ടർക്കും ഒരു രാജ്യസഭാ സീറ്റെങ്കിലും വേണമെന്നാവശ്യപ്പെട്ട് ഇടതുപക്ഷത്തിന് ചെന്നപ്പോൾ തരില്ല എന്നാണ് ഇടതുപക്ഷം പറഞ്ഞത്. അച്യുതാനന്ദനെ കൊടുത്ത് ഒതുക്കിയിരുത്തിയതുപോലെ ക്യാബിനറ്റ് പദവിയോടുകൂടി ഒരു ഭരണപരിഷ്കാര കമ്മീഷൻ കസേര തരാമെന്ന് ഇടതുപക്ഷം ജോസ് കെ മാണിയോട് പറഞ്ഞു. പക്ഷേ അതിൽ ജോസ് കെ മാണി അതൃപ്തി രേഖപ്പെടുത്തി. എന്നാൽ നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് ശനിയാഴ്ച BJP അധികാരമേൽക്കുകയാണ് നരേന്ദ്രമോദിയുടെ മൂന്നാം സർക്കാർ. ആ ഒരു തീരുമാനത്തിൽ ജോസ് കെ മാണിക്ക് ഒരു രാജ്യസഭാ സീറ്റും ഒരു കേന്ദ്രമന്ത്രി കസേരയും നൽകാമെന്ന് BJPയുടെ വമ്പൻ ഓഫറാണ് വന്നിരിക്കുന്നത്. ഇത് ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണമായ ഒരു ഓഫറാണ്. കാരണം ജോസ് കെ മാണിയെ ഉപയോഗിച്ച് ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിലും, അതായത് തദ്ദേശ തിരഞ്ഞെടുപ്പായിരുന്നാലും നിയമസഭാ തിരഞ്ഞെടുപ്പായിരുന്നാലും ക്രിസ്ത്യൻ വോട്ടുകൾ വലിയ രീതിയിൽ BJPയുടെ വോട്ട് ബാങ്കിലേക്ക് എത്താൻ ജോസ് കെ മാണി വഴി BJPക്ക് സാധിക്കുമെന്ന് വ്യക്തമാണ്. ഈ ഒരു ഓഫർ ഇടതുപക്ഷം കൈയൊഴിഞ്ഞാൽ, അതായത് ഇടതുപക്ഷം ജോസ് കെ മാണിയെ വിട്ടാൽ പാല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇടതുപക്ഷത്തിന് അടിതെറ്റുമെന്ന് ഉറപ്പാണ്. ജോസ് കെ മാണിയെ ഇടതുപക്ഷം കൈയൊഴിയുകയാണെങ്കിൽ പാല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇടതുപക്ഷത്തിന് ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആടാപാടലം അടിതെറ്റാനുള്ള സാധ്യത ഉറപ്പാണ്. അങ്ങനെ വന്നാൽ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ മാത്രമാണ് കിട്ടിയത്. അടുത്ത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് മിക്കവാറും ഒരു സീറ്റ് പോലും കിട്ടാൻ, അല്ലെങ്കിൽ ഇടതുപക്ഷം വിയർക്കേണ്ട ഒരു അവസ്ഥ തന്നെ വരും എന്നുള്ള സാഹചര്യമാണ് വ്യക്തം. ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന പാർട്ടി ഒന്നൊന്നും ജോസ് കെ മാണിക്കില്ല. എവിടെ ഏത് പാർട്ടി ഒരു കസേര നൽകാമെന്ന് പറയുന്നു അവിടെ പോയി ചെന്ന് ഇരിക്കുന്ന ഒരു രീതിയാണ്. കാരണം സ്വന്തം അച്ഛനെ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞ പാർട്ടിയിലാണ് ഇപ്പോൾ പുള്ളിയുള്ളത്. അതുകൊണ്ട് തന്നെ ഏത് പാർട്ടി പോയാലും എപ്പോൾ കൂടുമാറുമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റാത്ത ഒരു പുള്ളിയാണ് ജോസ് കെ മാണി എന്ന് പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്തുണ്ടായ കനത്ത തോൽവി ജോസ് കെ മാണിക്കും കേരള കോൺഗ്രസ് എമ്മിനും ഉണ്ടാക്കിയ ആഹ്ലാദത്തിൽ നിന്ന് അവർ ഇനിയും മോചിതരായിട്ടില്ല എന്ന് തന്നെ പറയണം. കോട്ടയത്ത് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസിന് സംഭവിച്ച തോൽവി വലിയ രാഷ്ട്രീയ നഷ്ടമാണ്. അവർക്ക് മാത്രമല്ല LDFനും വലിയ കനത്ത നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തോൽവിയോടെ ഇടതുമുന്നണിയിലെ വിലപേശലിനുള്ള ശേഷിയും നഷ്ടമായി. ഇനി എന്ത് എന്ന ചോദ്യമാണ് കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് ഉയരുന്നത്. ലോക്സഭയിലെ സീറ്റുകളിൽ കനത്ത തോൽവി ഏറ്റുവാങ്ങുകയും ജോസ് കെ മാണിയുടെ രാജ്യസഭാ കാലാവധിയും ഈ മാസത്തോടെ അവസാനിക്കുകയുമാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് ജോസ് കെ മാണിയും കൂട്ടരും LDFിലേക്ക് കൂടുമാറ്റം നടത്തുന്നത്. ജോസിന്റെ വരവോടെ LDFന് കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ വൻ മുന്നേറ്റം നടത്താൻ സാധിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ തകരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 2 വർഷം KM മാണി കൈവശം വച്ചിരുന്ന പാലയിലെ സീറ്റിൽ മകൻ ജോസ് കെ മാണി പരാജയപ്പെട്ടത് വിജയത്തിന്റെ എല്ലാ ശോഭയും കെടുത്തി എന്ന് തന്നെ പറയണം. UDFിലൂടെ നേടിയ തോമസ് ചാഴിക്കാടന്റെ കോട്ടയം ലോക്സഭാ അംഗത്വവും പിന്നീട് ജോസ് കെ മാണിക്ക് ലഭിച്ച രാജ്യസഭാ അംഗത്വവുമാണ് ഏക ആശ്വാസം. കഴിഞ്ഞ തവണ UDFിലൂടെ MP ആയ തോമസ് ചാഴിക്കാടനെ തന്നെയാണ് ഇത്തവണയും ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി കോട്ടയത്ത് മത്സരത്തിനിറക്കിയത്. 2019 1,06,251 ഭൂരിപക്ഷത്തിൽ വിജയിച്ച തോമസ് ചാഴിക്കാടന് 87,266 വോട്ടിനാണ് ഇത്തവണ പരാജയപ്പെട്ടത്. KM മാണിക്കൊപ്പം നിന്ന രാഷ്ട്രീയ സുരക്ഷിത കേന്ദ്രങ്ങളാണ് ജോസിനെ കൈവിട്ടത്. കേരള കോൺഗ്രസിന് എന്നും താങ്ങും തണലുമായിരുന്ന കത്തോലിക്ക സഭയുടെ പിന്തുണ പോലും ജോസിന് നഷ്ടമായി എന്നതാണ് ചാഴിക്കാടന്റെ പരാജയം സൂചിപ്പിക്കുന്നത്. ജൂലൈ 1 ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിൽ ഒരെണ്ണം CPM നൽകിയില്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിൽ MP ഇല്ലാ കക്ഷിയായി കേരള കോൺഗ്രസ് മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഒഴിവ് വരുന്ന 3 രാജ്യസഭാ സീറ്റുകളിൽ 2 എണ്ണത്തിൽ മാത്രമാണ് LDFന് ജയിക്കാൻ സാധിക്കുന്നത്. CPIക്ക് ഒരെണ്ണം കൊടുക്കേണ്ടതിനാൽ ജോസ് കെ മാണിക്ക് സീറ്റ് കിട്ടാനുള്ള സാധ്യത നന്നേ കുറവാണ്. നിലവിലുള്ള കേരള കോൺഗ്രസിന് സീറ്റ് നൽകാൻ കഴിയില്ലെന്ന നിലപാടിലാണ് CPM നേതൃത്വം. അത് ജോസ് കെ മാണിയെ അവർ അറിയിച്ചിട്ടുമുണ്ട്. 2016 അച്യുതാനന്ദന് നൽകിയ ഭരണപരിഷ്കാര കമ്മീഷന്റെ പദവിയാണ് ഇടതുപക്ഷം നിലവിൽ ജോസ് കെ മാണിക്ക് മുന്നിൽ വച്ചിരിക്കുന്ന ഏക ഓഫർ. ഈ ഓഫർ നിരസിക്കാനാണ് കൂടുതൽ സാധ്യത എന്നതിലും യാതൊരു സംശയവുമില്ല. ജോസ് കെ മാണിക്ക് ഇതോടെ രാജ്യസഭാ സീറ്റ് കിട്ടില്ല എന്നത് ഏകദേശം ഉറപ്പായി. ജോസ് കെ മാണിക്ക് ഏത് പാർട്ടി സീറ്റ് നൽകാമെന്ന് ഓഫർ ചെയ്യുന്നോ ആ പാർട്ടിയിൽ അദ്ദേഹം പോകും എന്നതിലും യാതൊരു സംശയവുമില്ല. ഇനി BJP സീറ്റ് എന്തെങ്കിലും ഓഫർ ചെയ്താലോ, അല്ലെങ്കിൽ ജോസ് കെ മാണിക്ക് ഏതെങ്കിലും കേന്ദ്ര സഹമന്ത്രി കസേര ഓഫർ ചെയ്താലോ ജോസ് കെ മാണി കൂടും കൂട്ടി അവിടേക്ക് പോകുമെന്നത് യാതൊരു സംശയവുമില്ല.